നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. നല്ലൊരു രാവിലെ ആയിരിക്കട്ടെ എല്ലാവർക്കും എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം തന്നെയാണ്. അവിടെ ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുകയാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. ശാന്തമാകാതെ പശ്ചിമേഷ്യ. ദുബായ് നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ശക്തമായി തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ആക്രമിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്ക് നേവിയെ വിന്യസിക്കുമെന്ന് ട്രംപ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ LDF നേതൃയോഗം ഇന്ന്. കേരള കോൺഗ്രസുമായുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം. സ്ഥാനാർത്ഥി പട്ടിക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും. CPI നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനും നിർണായകം. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതി വിധി പറയും. സമരം കടുപ്പിക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. അധിക ചുമതലകൾ രാജിവെക്കും. DMO ഓഫീസുകളിലേക്ക് പ്രതിഷേധം. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം ഇന്ന് 17ാം ദിവസം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നഴ്സുമാർ പണിമുടക്കിലേക്ക്. T20 ലോകകപ്പിലെ ആദ്യ സെമി പോരാട്ടം ഇന്ന്. ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം നാളെ. അശാന്തം പശ്ചിമേഷ്യ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കയവില്ല. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ആക്രമിച്ച് ഇസ്രയേൽ. ഇടക്കാല നേതൃത്വം യോഗം ചേർന്ന കെട്ടിടമാണ് ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിനിധികൾ സുരക്ഷിതരെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചു. ദുബായിലെയും UAEയിലെയും കോൺസുലേറ്റുകൾ ആക്രമിക്കപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്ക് US നേവിയെ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ആദ്യം ആക്രമിക്കാൻ പദ്ധതിയിട്ടത് കാരണമാണ് US ആക്രമണം നടത്തിയതെന്നും ട്രംപ് വ്യക്തമാക്കി. We were having negotiations with these lunatics, and it was my opinion that they were going to attack first. They were going to attack. If we didn't do it, they were going to attack first. I felt strongly about that. And we have great negotiators, great people that do this very successfully and have done it all their lives very successful. And based on the way the negotiation was going, I think they were going to attack first. And I didn't want that to happen. So if anything, I might have forced Israel's hand, but Israel was ready and we were ready, and we've had a very, very powerful impact because virtually everything they have has been knocked out now. Their missile count is going way down. Amazingly, they're hitting countries that were, let's call them neutral, right? They lived together for a long time. I think they were surprised. I was surprised. And now those countries are all fighting against them and fighting strongly against them. Someday they'll write a story and they'll say why they did that. But they hit countries that had nothing to do with what's going on. They were sort of leaving everything alone. All of a sudden they had missiles shot in, which shows you the level of evil that we're dealing with. They'll hit people that were actually at least somewhat friendly, and they had no problems with it. Also hitting only civilian places, hotels and apartment buildings, and we're hitting them where it is much more appropriate. We're hitting them very hard, and the big scale hitting goes now. They no longer have air protection. They no longer have any detection facilities at all left, and so they're gonna be in for a lot of hurt. These are bad people. These are people that killed. I guess it's 35,000. It's coming out 35,000 over the last 3 weeks. Protesters, 35,000 violently killed.
So these are bad people, and the leader of the pack is gone. And as you know, 49 people were taken out in the first hit, and I guess there was another hit today on the new leadership, and it looks like that was pretty substantial also. So they're getting hit very hard, and we'll see what happens. A lot of people are coming forward. A lot of the people you would least suspect want to quit. They want to have immunity. They're asking for immunity, and probably at some point they'll be dropping, as you would say, laying down their guns. We'll see what happens. In the meantime, we're just continuing to go forward. Our military is the number one in the world by far, and we are. Everything's big in my book. Venezuela was big. This is big. The original hit, Midnight Hammer, was big. Everything you view is big, but it's not considered very big by some standards, by some of our standards. We have a military like no other military that's ever been built. അജയ് സുധാ വിജയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ട് 4 ദിവസം പിന്നിടുകയാണ്. എന്താണിപ്പോൾ ഇറാനിലെയും ഇസ്രയേലിലെയും സാഹചര്യം? ഇറാനിൽ ഏകദേശം 1700ഓളം ഇടങ്ങളിൽ US സൈന്യം ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനിയും നാളുകൾ ഈ യുദ്ധം നീളും എന്ന് തന്നെയാണ്. അതിൻ്റെ ചില സൂചനകൾ വൈറ്റ് ഹൗസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് വൈറ്റ് ഹൗസിൽ US തന്നെ ചില വലിയ ആയുധ വ്യാപാരികളുമായി മീറ്റിംഗ് നടത്താൻ US സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീയതികളും അതുപോലെ തന്നെ കമ്പനികളെ ഉൾപ്പെടെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങി കൂടുതൽ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കാനാണ് തീർച്ചയായിട്ടും ലക്ഷ്യം. ഇതിനകം തന്നെ ട്രംപ് വ്യക്തമാക്കിയത് ഇറാനകത്തുള്ള ഏതാണ്ട് 2000-ലധികം ലൊക്കേഷൻസിൽ ആക്രമണം നടന്നു കഴിഞ്ഞു എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇറാന്റെ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കുന്നത് അവിടെയുള്ള മരണസംഖ്യ 787 കടന്നു എന്നാണ്. മാത്രമല്ല, അവിടെ ഒരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സംസ്കാരം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ നടന്നിരുന്നു. എല്ലാ കുട്ടികളെയും ഒന്നിച്ചാണ് കുഴിയെടുത്ത് സംസ്കരിച്ചത്. അതിൻ്റെ ചില ഫോട്ടോസ് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. വളരെ ദാരുണമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു അവയെല്ലാം. പശ്ചിമേഷ്യയിലും സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. UAE-യിലെയും അതുപോലെ തന്നെ ദുബായിലെയും US കോൺസുലേറ്റുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ദുബായിലുള്ള കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഒരു മിസൈൽ വീണ് മേഖലയിൽ ചെറിയ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായി. എന്നാൽ UAE-യിലുള്ള കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ UAE തന്നെ അത് പ്രതിരോധിക്കുകയായിരുന്നു. UAE മിസൈൽ വിട്ട് അത് ഉടനെ നിർവീര്യമാക്കുകയായിരുന്നു ചെയ്തത്. എന്നാലും മേഖലയിൽ ശക്തമായി തന്നെ ആക്രമണം തുടരുകയാണ്. കുവൈറ്റിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, കുവൈറ്റിൽ ജനവാസ മേഖലയിൽ ഒരു ഡ്രോൺ വീണ് സ്ഫോടനമുണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിൽ ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ ഡ്രോണിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ശരീരത്തിൽ പതിച്ച് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി മരിച്ചത്. എന്നാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും നിലവിൽ നമുക്ക് ലഭ്യമല്ല. അതുപോലെ തന്നെ ഖത്തർ നിലവിൽ IRGCയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരവും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ US അവകാശപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ ഇനി അധിക നാൾ ആക്രമണം നടത്തില്ല, ഇറാൻ ഉടനെ തന്നെ കീഴടങ്ങും എന്നുള്ളതാണ്. കാര്യം, ഈ തിരിച്ചടിക്കാനുള്ള അവരുടെ ശേഷി ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് US-ന്റെ ഒരു അവകാശവാദം. ഇതിനൊരു തെളിവായിട്ട് അവർ പറയുന്നത്, ഇറാൻ ഇതുവരെ ഏതാണ്ട് 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും വിന്യസിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവർ ആയുധങ്ങളുടെ വലിയൊരു ക്ഷാമം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അധിക നാൾ പശ്ചിമേഷ്യയിലുള്ള സംഘർഷം നീണ്ടു നിൽക്കില്ല, ഉടൻ തന്നെ ഇറാൻ കീഴടങ്ങും എന്നുള്ള ചില സൂചനകൾ US-ന്റെ ആർമിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ യുദ്ധം ഇനിയും നീളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത് യുദ്ധം അടുത്ത കാലത്തൊന്നും, അതായത് വർഷങ്ങൾ നീളില്ലെങ്കിലും ഈ അടുത്തൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ല, ഇതിനും കൂടുതലും ശക്തിയോടെ ഞങ്ങൾ വീണ്ടും ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ആയുധശേഷി കുറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നത്. അതിന് ഇറാൻ ഏത് രീതിയിൽ ഇനി നേരിടാനായിരിക്കും സാധ്യത കൂടുതൽ?
ഇറാനുള്ളിൽ ആയുധശേഷി കുറഞ്ഞാലും മറ്റ് രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്തുണ്ട്. ഇറാനെ അനുകൂലിക്കുന്ന ചില സായുധ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ചില സേനകളുണ്ട്. ഇപ്പോൾ ലെബനീസ് സർക്കാർ ഔദ്യോഗികമായി തന്നെ അവിടെയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞു, ഹിസ്ബുള്ളയെ നിരോധിച്ചു. പക്ഷേ അവിടെയുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനം വളരെ സജീവമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു ഈ ലെബനകത്തുള്ള കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ അവരുടെ വരുതിയിലാക്കി. അവിടെയുള്ള ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും നശിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് സിറിയ ഈ ലെബനെ സഹായിക്കാൻ വേണ്ടി സിറിയയുടെ ഏതാണ്ട് 1000-ഓളം സേനാംഗങ്ങളെ അവിടേക്ക് ഇപ്പോൾ ലെബനിലേക്ക് അയച്ചു കഴിഞ്ഞു എന്നാണ്. അതുമാത്രമല്ല റോക്കറ്റ് ലോഞ്ചറുകളും മറ്റ് കൂടുതൽ ആയുധങ്ങളും സിറിയ ഇറാഖിലേക്ക് അയച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഇറാഖിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇറാഖിൽ ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സായുധ സേനാംഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഈ പ്രത്യാക്രമണവും അത് രൂക്ഷം തന്നെയാണ്. പ്രധാനമായിട്ടും ഈ അവിടെയുള്ള കത്തൈബ് ഹിസ്ബുള്ള ഗ്രൂപ്പ് അവരുടെ ഒരു ഭീഷണി അത് ശക്തം തന്നെയാണ്. അതുപോലെ തന്നെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇറാൻ അനുകൂല സായുധ സേനാ സംഘം ഇവരുടെ ഭീഷണിയും സജീവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇവരുടെ 2 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. പടിഞ്ഞാറൻ ഇറാഖിലായിരുന്നു ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലൊരു സായുധ സേനാ വിഭാഗങ്ങളെ കൂടി നിർജീവമാക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് ഇറാന് തീർച്ചയായിട്ടും ഒരു പിന്തുണയുണ്ട്. അപ്പോൾ അതുകൂടി ഇറാൻ്റെ വലിയൊരു ഗുണം തന്നെയാണ്. മാത്രമല്ല നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോർമുസ് കടലിടുക്കിനെ പറ്റിയിട്ടാണ്. ഇന്ത്യ ഉൾപ്പെടെ വളരെയധികം പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഉപരോധം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇറാൻ വ്യക്തമാക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഒരു കപ്പൽ നീക്കവും തങ്ങൾ അനുവദിക്കില്ല എന്നാണ്. അതിനുവേണ്ടി അവർ മേഖലയിൽ ആക്രമണം കടുപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഒരിക്കലും നിർത്തിവെക്കാൻ US അനുവദിക്കില്ല. ഇതുവഴിയുള്ള ഗതാഗതം അത് സുഗമമായി തന്നെ തുടരും എന്നാണ് US അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി US നേവിയെ പ്രദേശത്ത് വിന്യസിക്കും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളും ഇപ്പോൾ സ്വയം പ്രതിരോധിക്കാനുള്ള പല മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൈപ്രസ് ദ്വീപിലുള്ള ഉണ്ടായിട്ടുള്ള ഈ ഇറാൻ്റെ ആക്രമണം അത് നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള UK ഒരു സൈനിക ബേസിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇപ്പോൾ ആ സൈപ്രസ് ദ്വീപിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഇപ്പോൾ UK കൂടുതൽ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും എല്ലാം അവിടെ വിന്യസിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ ദ്വീപിലേക്ക് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ UK ഇതിനോടകം തന്നെ അയച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല ഫ്രാൻസ് അവരുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടി കൂടുതൽ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഫോഴ്സുകളെയും ഉൾപ്പെടെ സജ്ജമാക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ഒരു സുരക്ഷയ്ക്കായി കൂടുതൽ യുദ്ധവിമാനങ്ങൾ കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ കോപ്പുകൂട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ US-ഉം ഇസ്രായേലും ആവശ്യപ്പെടുന്നത് ഇവരും കൂടി ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണം എന്നതാണ് ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതായത് ഈ ഈ പോരാട്ടം എന്ന് പറയുന്നത് അത് അനിവാര്യം തന്നെയാണ്. ഇറാൻ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു ഭീഷണിയാണ് എന്നതാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. ഇതിനിടെ കാനഡ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. കാനഡ പറയുന്നത് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇസ്രായേലും US-ഉം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും കാനഡ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കാനഡ നിലവിലുള്ള ആക്രമണങ്ങളിൽ കടുത്ത വിയോജിപ്പ് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നാകും എന്നതിനെ സംബന്ധിച്ച് നിലവിൽ വലിയ വ്യക്തതകളൊന്നും ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാലും IRGC വ്യക്തമാക്കുന്നത് ഖമനയുടെ സ്വന്തം നാടായിട്ടുള്ള മഷാദിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ തീയതി ഉൾപ്പെടെ നിലവിൽ അറിയിക്കേണ്ടതുണ്ട്. ഇതിനിടെ ടെഹ്റാനിൽ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ സ്ഫോടനങ്ങളടക്കം മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതുമാത്രമല്ല ചില വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിൽ ടെഹ്റാനിൽ വലിയ പുകപടലങ്ങൾ എല്ലാം ഉയരുന്ന ചില ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ഒരു യുദ്ധം കൂടുതൽ സംഘർഷാത്മകമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്.
അജയ്, അതുപോലെ തന്നെ ഈ ഊർജ്ജ പ്രതിസന്ധിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധി പല രാജ്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇനിയൊരു 45-50 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ കൈവശമുണ്ടെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനൊരു പോംവഴി അതെന്തായിരിക്കും? ഇന്ത്യ നിലവിൽ ഇതുവരെ ഈ യുദ്ധത്തിലൊരു ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു കടുത്ത വിമർശനങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ അപലപിച്ചുകൊണ്ട്, UAE-യിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. അതേസമയം മറ്റ് കാര്യങ്ങളിൽ ഇപ്പോൾ US-ഉം അതുപോലെ തന്നെ ഇസ്രായേലും മേഖലയിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെ അപലപിച്ചിട്ടില്ല. ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെയോ ഖമനയുടെ വധത്തെയോ ഒന്നും അപലപിച്ച് പ്രസ്താവന ഇറക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വസ്തുതകൾ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ, അതുപോലെ US, ഇസ്രായേൽ ഈ 3 രാജ്യങ്ങളും ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ തന്നെ ഈ ഇറാൻ ഒരിക്കലും ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ പല രാജ്യങ്ങളും മേഖലയിലുള്ള പല മുസ്ലിം ഭരണകൂടം അധികാരം കൈയടക്കുന്ന പല രാജ്യങ്ങളും, തുർക്കിയൊക്കെ അതിന് ഉദാഹരണമാണ്. ഇവരെല്ലാവരും ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയെ തള്ളി പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുകയുമാണ് ചെയ്തത്. എന്നാൽ ഇറാൻ ഒരിക്കലും അത്തരത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ സമീപനം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ISIS തുടങ്ങിയിട്ടുള്ള ഭീകരവാദ സംഘടനകൾക്കെതിരെ കടുത്ത നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാത്രമല്ല ഈ ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ പലപ്പോഴും ഇറാനിൽ നിന്ന് ഈ എണ്ണ ഇറക്കുമതികൾ നടത്തിയിരുന്നു. മുൻപ് വലിയ തോതിൽ ഇന്ത്യ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നുവെങ്കിൽ നിലവിൽ വളരെ കുറച്ച് മാത്രമാണ് വാങ്ങുന്നത്. അത് നിരവധി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ഇന്ത്യ പിന്നീട് ഈ എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയായിരുന്നു. എന്തായാലും വർഷങ്ങളായിട്ടുള്ള വ്യാപാര ബന്ധം, അതുപോലെ തന്നെ സഹകരണ ബന്ധം എല്ലാം ഇന്ത്യക്ക് ഇറാനുമായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇറാനെ പിണക്കാൻ സാധിക്കില്ല. പിന്നെ US-ഉമായിട്ടും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. US-ഉമായി നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്ത ഒരു വ്യാപാര കരാറിലേക്ക് എത്തുന്നു. ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉണ്ടാകുന്നു. അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയെ സഹോദരനെന്ന് അഭിസംബോധന ചെയ്യുന്നു. അവിടെ ഇസ്രായേലിലുള്ള പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു പരമോന്നത ബഹുമതി ഉൾപ്പെടെ ലഭിക്കുന്നു. അപ്പോൾ നിലവിൽ ഈ 3 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഒരു സൗഹൃദമാണുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തെയും പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് ഒരു പ്രസ്താവന ഇറക്കാൻ സാധിക്കില്ല. എന്നാലും മേഖലയിലെ യുദ്ധത്തെ ഇന്ത്യ അപലപിക്കുക തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഈ ഊർജ്ജ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ, അതുപോലെ മറ്റ് സാധനങ്ങളുടെ വ്യാപാരം, ഇതെല്ലാം സംബന്ധിച്ച് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആശങ്കകളുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഇന്ത്യക്കാരെ ഈ പ്രത്യേക വിമാന സർവീസുകൾ വഴി കൂടുതൽ ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നലെ 24 സർവീസുകളാണ് നടന്നത്. ഇന്ന് കൂടുതൽ സർവീസുകൾ, ഏതാണ്ട് 58 സർവീസുകൾ ഇന്ന് നടത്തും എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അപ്പോൾ ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ, പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള നടപടികൾ അത് ഇന്ത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ മേഖലയിലുള്ള പക്ഷേ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ഒരു വിനിമയം, ഇതെല്ലാമാണ്. ഇപ്പോൾ ഈ നിലവിൽ തന്നെ ഏതാണ്ട് 15% ക്രൂഡ് ഓയിലിൻ്റെ വില ഈ സംഘർഷങ്ങൾക്ക് ശേഷം ഉയർന്നത്. ഏതാണ്ട് 90. അജയ് ഒന്ന് തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഫുജൈറയിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടർ വിമാനം പുലർച്ചെ 4:30 നെടുമ്പാശ്ശേരിയിലെത്തി. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 19 വിമാനങ്ങൾ റദ്ദാക്കി. കുടുങ്ങിക്കിടക്കുന്നവരെ എത്തിക്കാൻ കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, മലയാളികൾക്ക് ഒരു വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന നിരവധി മലയാളികളുണ്ട്. അവർക്ക് മടങ്ങിയെത്താൻ ഒരു വഴി കൂടി തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ. വിശദാംശം എങ്ങനെ വേണം പറയാൻ. എന്തായാലും ഇന്ന് എറണാകുളത്ത് നിന്ന്, അതായത് നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന 19 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ഇന്നലെ മസ്കറ്റിലേക്ക് ഒരു സർവീസ്, അധിക സർവീസ് പോയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ ഫുജൈറയിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടർ വിമാനം ഇന്ന് പുലർച്ചെ 4:30 നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. യാത്രക്കാർക്ക് ഈ നമ്മളെ നടി സ്വാസിക, അതുപോലെ ഇത് അക്ബർ ട്രാവൽസിന്റെ റീജിയണൽ മാനേജർ തുടങ്ങിയ ആൾക്കാരൊക്കെ
ഈ അതായത് ഫുജൈറയിൽ നിന്നും വന്നിട്ടുള്ള പ്രത്യേക ചാർട്ടർ വിമാനത്തിലുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യത്തെ കണക്കാക്കിക്കൊണ്ട് തുടർന്നാണ് അടിയന്തരമായിട്ട് വിമാനം ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടികൾ ഉൾപ്പെടെ 186 യാത്രക്കാരാണ്. അതുപോലെ അവര് മുംബൈയിലേക്ക്, അതുപോലെ 187 യാത്രക്കാരാണ് മുംബൈയിലേക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ കൊച്ചിയിലേക്ക് 186 യാത്രക്കാരും ഉണ്ടായിരുന്നു. ഷുജൈറയിൽ നിന്നും അതായത് മുംബൈയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കുമാണ് സർവീസ് നടത്തിയത്. അനുശ്രീ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കരിപ്പൂരിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ട 32 വിമാനങ്ങളും കരിപ്പൂരിലേക്ക് എത്തേണ്ട 26 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. റിയാദിലേക്കുള്ള ഫ്ലൈറ്റ് നാസിന്റെ സർവീസ് മാത്രമാണ് ഇന്ന് കരിപ്പൂരിൽ നിന്നുള്ളതെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. CB അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇതിൽ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, ഈ ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധി കരിപ്പൂരിലേക്കുള്ള വിമാന സർവീസുകളെ പൂർണ്ണമായും ബാധിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടാൻ ഉച്ചവരേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നത് 32 വിമാനങ്ങളാണ്. ഇത് പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 6 സർവീസുകൾ ഈ 8-ാം തീയതി വരെ 9-ാം തീയതി വരേക്ക് ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരിപ്പൂരിലേക്ക് എത്തേണ്ട 26 സർവീസുകളുണ്ട്. അതില് 26 പൂർണ്ണമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 6 സർവീസുകൾ 9-ാം തീയതി വരെയും ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫൈനാസിന്റെ റിയാദിലേക്കുള്ള ഫ്ലൈറ്റ് മാത്രമാണ് ഇന്ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുക എന്നാണ് വിമാനത്താവളത്തിൽ ലഭിച്ച വിവരം. അത് രാവിലെ 7:30 പുറപ്പെടും. മറ്റു വിമാനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. വലിയ പ്രതിസന്ധിയാണ് ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നത്. കാരണം സുരക്ഷയെ മുൻനിർത്തിയാണെങ്കിൽ പോലും ഈ വിമാനങ്ങൾ റദ്ദാക്കുന്നത് മലബാറിലെ പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിലേക്ക് എത്തുവാനും അതുപോലെ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, വിമാനത്താവളത്തിൽ കേന്ദ്രീകരിച്ച് ജീവനം നടത്തുന്ന ടാക്സി ജീവനക്കാരും മറ്റു മേഖലയിലുള്ളവരൊക്കെ തന്നെ ഈ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്താണ് പക്ഷേ യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനം എന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കുന്നതിനുള്ള. എന്താണെങ്കിലും ഈ വിമാനങ്ങൾ എപ്പോൾ സർവീസ് പുനരാരംഭിക്കുമെന്നതിനെ സംബന്ധിച്ച് വിമാനത്താവള ഈ വിമാന കമ്പനി അധികൃതരുമായിട്ട് ബന്ധപ്പെടണം എന്നാണ് കരിപ്പൂർ വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് നൽകുന്ന നിർദ്ദേശം. ശരി, CB അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അജയ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യമാണ്. അവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ ശാന്തമാണോ അതോ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ പല രാജ്യങ്ങളും കൂടുതൽ മിസൈലുകൾ ഉൾപ്പെടെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വരുന്നത് അവർ 9 ഡ്രോണുകളാണ് നിലവിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചതെന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഡ്രോണുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇതിനിടെ അമേരിക്കയുടെ ഒരു സ്വതന്ത്ര ഏജൻസി നിലവിൽ മേഖലയിലുള്ള മരണസംഖ്യയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറാനിൽ ഈ US-ഉം അതുപോലെ ഇസ്രായേലും നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണത്തിൽ മരണസംഖ്യ ഏതാണ്ട് 1000 കടന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണം 5402 ആയതായിട്ടും പറയുന്നു. അതുപോലെ തന്നെ 181 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 181 പേർ കൊല്ലപ്പെട്ടുവെന്നും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുവൈറ്റിലും നിലവിൽ നിരവധി പേർക്ക് പരിക്ക് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള ഡ്രോൺ ആക്രമണങ്ങളിലും മറ്റും ഒരുപാട് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിരവധി ഡ്രോണുകൾ ഇതിനോടകം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആക്രമണം വളരെ ശക്തമായി തന്നെ മേഖലയിൽ തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ അവിടെ നിലവിൽ ഈ ഇന്ത്യക്കാർ അതുപോലെ തന്നെ മലയാളികൾ താമസിക്കുന്ന മേഖലകളിലേക്ക് അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവിടെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാഹചര്യങ്ങൾ സുഗമമായി തന്നെ തുടരുകയാണ്. അവിടെയുള്ള മലയാളികൾ ഇപ്പോൾ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് നിലവിൽ നാട്ടിലേക്ക് മെസ്സേജുകളായിട്ടും അതുപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളുമായിട്ടും എല്ലാം അയക്കുന്നത്. തീർച്ചയായിട്ടും സുരക്ഷിതരായി തന്നെ തുടരുകയാണ്.
മറ്റ് അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് തീർച്ചയായിട്ടും ഒരു ആശ്വാസകരം തന്നെയാണ്. പക്ഷേ മറ്റ് കൂടുതൽ ഈ ജനവാസ മേഖലകളിലേക്കും അതുപോലെ തന്നെ US കോൺസുലേറ്റുകൾക്ക് നേരെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഇറാൻ നിലവിലും വ്യക്തമാക്കുന്നത് US-മായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല എന്നാണ്. US എന്ന് പറയുന്ന ഒരു ചെകുത്താൻ രാജ്യമാണ്. ഇവർക്കെതിരെ ഒരു തരത്തിലും ചർച്ചകളില്ല എന്ന് കഴിഞ്ഞ ദിവസവും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ചർച്ചകളില്ലാതെ യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. മുൻപത്തെ പോലെ ഒരു മധ്യസ്ഥനില്ല. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഈ സംഘർഷം അത് കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുശ്രീ അജി, അതുപോലെ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നിലവിൽ സ്ഥിരീകരിക്കാനാവുന്ന ചില പ്രസ്താവനകൾ എന്ന് പറയുന്നത് അത് US-ൻ്റെയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്നാലും ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം സമാനമായിട്ടുള്ള രീതിയിൽ ഒരു 10 ദിവസത്തെ ആക്രമണം നടന്നിരുന്നു. ആ സമയത്ത് US അവകാശപ്പെട്ടത് ഇറാനുള്ളിലുള്ള എല്ലാ ആണവ സംവിധാനങ്ങളെയും നശിപ്പിച്ചു, അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ തകർത്തു എന്നതാണ് US അവകാശപ്പെട്ടത്. എന്നാൽ പിന്നീട് ട്രംപ് ഇപ്പോൾ വീണ്ടും അവകാശവാദവുമായി വന്നത് ഇറാൻ ഇപ്പോഴും അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, അതുപോലെ തന്നെ ആണവായുധം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതുപോലെ ദീർഘദൂര മിസൈലുകൾ അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നെല്ലാം ട്രംപ് അവകാശപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് US-മായി ഒരു ആണവ കരാറിലെത്താൻ വേണ്ടി ചർച്ചകൾ തുടർന്നിരുന്നത്. 3 ഘട്ട ചർച്ചകൾ അവസാനിച്ചിരുന്നു. 4ാം ഘട്ട ചർച്ചകൾ ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കെയാണ് നിലവിൽ ഇത്തരത്തിലൊരു വലിയ ഒരു സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ പോയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ US അവകാശപ്പെടുന്ന ഇത്തരം കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ്. എന്നാലും അവരുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് പല ഈ സൈനിക കേന്ദ്രങ്ങളും നശിപ്പിച്ചു എന്ന് US അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലും പറയുന്നത് നിലവിൽ ഇത്തരം ആക്രമണങ്ങളിലൂടെ മേഖലയിലുള്ള പല ഈ അവരുടെ ആണവ സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളും നശിപ്പിച്ചു എന്നത് തന്നെയാണ് ഇസ്രായേലും അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷവും അവർ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചത് കാരണം ഇപ്പോഴീ പറയുന്നത് അത് സത്യമാണോ അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കാനാകുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ നിലവിൽ പലതവണ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അവർ ഒരിക്കലും ഒരു ആണവായുധം ഉണ്ടാക്കുന്നില്ല, സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ നിലവിൽ ആ ഒരു ഇറാൻ സ്ഥിരീകരിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും സംഘർഷം അത് കൂടുതൽ രൂക്ഷമായി തന്നെ തുടരുന്നു. ടെഹ്റാനിലുൾപ്പെടെ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ മേഖലയിൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ആക്രമണങ്ങൾ ടെഹ്റാനിൽ നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലെബനനിൽ ഉൾപ്പെടെയാണ് ഇസ്രായേൽ ആക്രമണം കേന്ദ്രീകരിച്ചതെങ്കിൽ ഇപ്പോൾ ഇറാഖിലെ ചില സായുധ ഗ്രൂപ്പുകൾ, ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് നേരെയും ഇറാനുള്ളിൽ തന്നെയും ഇസ്രായേൽ നിലവിൽ ഇന്നത്തെ ദിവസം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് ഒരു ചോദ്യം തന്നെയാണ്. US മിലിറ്ററി അവകാശപ്പെടുന്നത് പോലെ ഇറാൻ്റെ ഈ ആയുധങ്ങൾ, അവരുടെ ഒരു ആയുധശേഷി അത് നശിപ്പിക്കപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം അധികം നീളാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അത് ആരുടെ വാക്കുകൾ വിശ്വസിക്കണം എന്നതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. ശരി അജി, തുടരുക. ഇപ്പോൾ ദുബായിൽ കുടുങ്ങിയിരുന്ന നടി സ്വാസിക നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്വാസികയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. It's not like heavy panicky situation is not there, but still we are from India, no? So we are from other countries. Definitely they will get little panicked. She went alone actually. So yeah, that's the main thing. So if I was there, no, she would have been more calm or composed. So otherwise situation is okay, normal there. People the government are working. is supporting the people, so everything is all right over there. And suddenly like Akbar Travel, they support us. So many people get relieved from that space. So where were you, ma'am? I was in Abu Dhabi. So how many days you spent there? 4 days. 3 days. This is my 4th day. She was supposed to come on 28, but So how was the situation there? the situation was normal. It's not like heavy panical situation is not It's there. not like a lockdown or anything. She was getting food, everything was there, all the shops are open, but so
So everything was under control. യുദ്ധം ഒരു അറുതിയില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴും അവിടെ ദേശീയ തലത്തിൽ കയ്യൊപ്പ് ചാർത്തിയ കേരളം കണ്ട പ്രമുഖ മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ വിട വാങ്ങുന്നത് വീണ്ടും ഒരു യുദ്ധമുനമ്പിൽ ഗൾഫ് മേഖല എത്തി നിൽക്കുമ്പോഴാണെന്നത് വലിയ യാദൃശ്ചികതയാകും. 1990-ൽ സദ്ദാം ഹുസൈന്റെ ഇറാഖി പട്ടാളം കുവൈത്തിന്റെ അതിർത്തി കടന്നപ്പോൾ ആശങ്കയിലായ പരശതം മലയാളികൾക്ക് ആശ്വാസദൂതുമായി മുൻപിൻ നോക്കാതെ ജോർദാനിലേക്ക് പറക്കുകയായിരുന്നു അദ്ദേഹം. KP ഉണ്ണികൃഷ്ണന്റെ അന്നത്തെ വിശ്രമമില്ലാത്ത പ്രയത്നമാണ് 10,000-കണക്കിന് മലയാളികൾക്കടക്കം 1.25 ലക്ഷം ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഒഴിപ്പിക്കലുകളിൽ ഒന്നായിരിക്കണം ഇന്ത്യ ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് നടത്തിയത്. വാർത്താവിനിമയ സംവിധാനങ്ങളും യാത്രാ വിമാനങ്ങളും ഇന്നത്തേതുപോലെയില്ല. ഇൻഡിഗോയും സ്പൈസ് ജെറ്റും ഇല്ലാത്ത കാലം. ഗൾഫിൽ ബന്ധമുള്ള ഓരോ മലയാളിയുടെയും ഉള്ളിൽ തീയായിരുന്നു. 3.5 പതിറ്റാണ്ട് മുൻപത്തെ ഓർമ്മ ഇന്ന് പ്രായമായവരിലും ഉണ്ടാകും. വരും തലമുറ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. അന്ന് ആശ്വാസദൂതുമായി KP ഉണ്ണികൃഷ്ണൻ എന്ന മലയാളി അവതരിച്ചത് കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു. മാധ്യമപ്രവർത്തകനായിരുന്ന KP ഉണ്ണികൃഷ്ണൻ ശങ്കേഴ്സ് വീക്ക്ലി, ബ്ലിറ്റ്സ്, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി എന്നിവിടങ്ങളിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലെ അമരക്കാരിൽ ഒരാളായിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോൻ്റെയും AV കുട്ടിമാളു അമ്മയുടെയും പിൻതലമുറക്കാരനും. ഡൽഹിയിൽ ജോലി ചെയ്യവേ ഇന്ദിരാഗാന്ധിയുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് ഉണ്ണികൃഷ്ണനെ എത്തിച്ചത്. അത് 1969-ലായിരുന്നു. 1969-ലെ കോൺഗ്രസ് ഭിന്നിപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിലയുറപ്പിച്ച് അപ്രതീക്ഷിതമായി വടകര പാർലമെന്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് മുതലാണ് ഉണ്ണിയേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് KPCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയും അന്തരിച്ചുപോയ ശ്രീമതി ലീല ദാമോദര മേനോനായിരുന്നു. അവരുടെ പേരും ചിഹ്നവും ചുമരുകളിൽ പതിച്ചതിന് ശേഷമാണ് പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ശ്രീ KP ഉണ്ണികൃഷ്ണൻ വടകരയിലെത്തുന്നത്. അന്തരിച്ചുപോയ ശ്രീ AC ഷൺമുഖദാസും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വയലാർ രവിയുമാണ് ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എടാ KP ഉണ്ണികൃഷ്ണനാണ് വടകരയിൽ വരുന്നത് എന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നത്. ആ ഒരു എടാ പോടാ ബന്ധത്തിൻ്റെ അവസാന കണ്ണിയായി വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നത് വലിയൊരു ആശ്വാസം. വടകരയിൽ നിന്ന് ലോക്സഭയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പിന്നീട് കോൺഗ്രസ് വിട്ടു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഉണ്ണികൃഷ്ണൻ 1990-ൽ VP സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി. ഇക്കാലത്താണ് ഇറാഖി സൈന്യം കുവൈറ്റിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നാക്രമണം നടത്തിയത്. ആ വർഷം ഓഗസ്റ്റ് 2-നായിരുന്നു അത്. പിന്നീട് ആ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും ഏറ്റെടുത്തു. വീണ ഓരോ സ്കഡ് മിസൈലും മലയാളിക്ക് ഞെട്ടലാണ് സമ്മാനിച്ചത്. പ്രവാസി ഇന്ത്യക്കാർ ഇതോടെ ജോർദാനിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. പലായനം കൂട്ടപ്പലായനമായി. യുദ്ധമുൻപിൽപ്പെട്ടത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിരുന്നു, ഏറെയും മലയാളികൾ. സ്വന്തം ജനതയെ തിരികെ കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടായിട്ടും അതിന് കഴിയാതെ സ്തബ്ധരായി ലോകമാകെയുള്ള സർക്കാരുകൾ നിന്നു. കുവൈറ്റിനെ ആക്രമിച്ച ഇറാഖിനെ വരുതിയിൽ നിർത്താൻ അപ്പോഴേക്ക് അമേരിക്ക ഇടപെട്ടിരുന്നു. ഇന്ത്യ പക്ഷേ മറിച്ചു ചിന്തിച്ചു. എന്തു വില കൊടുത്തും സ്വന്തം ജനതയെ തിരികെ കൊണ്ടുവരുമെന്ന് അന്ന് രാജ്യം ഭരിച്ചിരുന്ന VP സിംഗ് സർക്കാർ തീരുമാനിച്ചു. പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന IK ഗുജറാളായിരുന്നു അന്ന് വിദേശകാര്യമന്ത്രി. രക്ഷാദൗത്യം ഗുജറാളിനെ ഏൽപ്പിച്ച് ഇറാഖിൽ പോയി കാര്യങ്ങൾ പഠിച്ചു. സദ്ദാം ഹുസൈനെ കണ്ട് സംസാരിച്ചു. ഒഴിപ്പിക്കൽ പറ്റില്ലെന്ന് സദ്ദാം തീർത്തു പറഞ്ഞു. ഗുജറാൾ മടങ്ങി. പക്ഷേ KP ഉണ്ണികൃഷ്ണൻ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കണമെന്ന വാശിയിൽ ഉറച്ചുനിന്നു. അന്ന് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ, ഇറാഖിലുൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും അതിൻ്റെ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പിൻ്റെ ചുമതല വളരെ ക്രിയാത്മകമായി നിർവഹിച്ചു. ആ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാനും അവരുടെ കുടുംബങ്ങളെ സാന്ത്വനപ്പെടുത്തി ഇടപെടാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമുക്ക് ഒരു കാലത്തും മറക്കാനാകാത്തതാണ്. അദ്ദേഹം നേരിട്ട് അവിടെ പോയി ചർച്ചകൾ നടത്തി മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം ഓരോ മലയാളിക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആവേശം നൽകിയ സംഭവമായിരുന്നു. ഞാനൊക്കെ അന്ന് സ്കൂളും അതുപോലെ തന്നെ ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ദേശീയ മുന്നണി സർക്കാരിൻ്റെ ഭാഗമായി നടത്തിയ ഇടപെടൽ. ഇന്നും ഞങ്ങളുടെ തലമുറയുള്ളവർ അത് ഓർക്കുന്നതാണ്. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയാണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ. അന്ന് മലയാളികളാകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ മലയാളികൾക്ക് ഒരു ധൈര്യമായിരുന്നു ശ്രീ KP ഉണ്ണികൃഷ്ണൻ.
KP ഉണ്ണികൃഷ്ണന് VP സിംഗിന്റെ പൂർണ്ണ സപ്പോർട്ട് കിട്ടി. നേരെ ജോർദാനിലേക്കാണ് പറന്നത്. 3 മാസം നീണ്ടുനിന്ന ഒഴിപ്പിക്കലിന്റെ ആദ്യ കടമ്പ സദാമിന്റെ അനുമതി തേടുക എന്നതായിരുന്നു. രഹസ്യകേന്ദ്രത്തിലേക്ക് ജീവൻ പണയം വെച്ചാണ് പോയത്. സദാമിനെ കണ്ടു. 2 വിമാനങ്ങൾ കയറിയാണ് സദാമിന്റെ രഹസ്യ സങ്കേതത്തിലേക്ക് തനിക്കെത്താനായത് എന്ന് ഉണ്ണികൃഷ്ണൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. VK മാധവൻകുട്ടി എഴുതിയ ഉണ്ണി പോയില്ലായിരുന്നെങ്കിൽ എന്ന ലേഖനത്തിലാണ് ഇതെല്ലാം ഉള്ളത്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള സമ്മതം വാങ്ങി. അവിടെയാണ് KP ഉണ്ണികൃഷ്ണൻ എന്ന കൊയിലാണ്ടിക്കാരൻ ഇന്ത്യയുടെ രക്ഷകനായത്, പ്രവാസികളുടെ ആശ്വാസദൂതനായത്. കുവൈറ്റ് യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിഭീകരമായിട്ട് മലയാളികളെ ഞെട്ടിച്ച ഒരു യുദ്ധമായിരുന്നു. അക്കാലത്ത് എനിക്കറിയാം, എൻ്റെ അയൽവാസികളായ എത്രയോ പേര് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടുന്ന് വരാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത വേവലാതിയിലായിരുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം വല്ലാത്ത വേവലാതിയിലായിരുന്നു. കേരളം മുഴുവനുള്ള ആളുകൾ, കേരളത്തിലെ ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം ആളുകൾ നമുക്കറിയാവുന്ന പോലെ ഈ സ്ഥലങ്ങളിലാണല്ലോ അവർ പ്രവാസികളായിട്ടുള്ളത്. അപ്പം അന്ന് ആ സമയത്ത് അവരെ രക്ഷിക്കാൻ സത്യത്തിൽ മലയാളി ഒരു അവതാരം പോലെ വന്നു എന്നുള്ളതാണ് KP ഉണ്ണികൃഷ്ണന്റെ പ്രത്യേകത. അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവ് KP ഉണ്ണികൃഷ്ണൻ നമുക്കറിയാവുന്ന പോലെ സാധാരണഗതിയിലുള്ള ഒരു നേതാവല്ല. അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് അറിയാം ഓരോ അന്തർദേശീയ നേതാക്കന്മാരെയും വിദേശ നേതാക്കന്മാരെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും ഓരോ വിഷയവും അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റാത്തൊരു ദൗത്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പോയിട്ട് ഈ വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ സ്വന്തം ജീവിതം പോലും റിസ്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അത്രയും പ്രശ്നപൂർണമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ഇവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം സഹായിച്ചു. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ സകല മലയാളികളുമടക്കം എല്ലാ ഇന്ത്യക്കാരെയും നാട്ടിലെത്തിച്ചു. ഉണ്ണികൃഷ്ണന്റെ ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്ന് വ്യക്തമായത് പിന്നീടാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർ പോലും എതിരായിരുന്നു. വലിയ പണച്ചിലവുള്ള അപകടം പിടിച്ച പദ്ധതി എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ. പക്ഷേ സ്വന്തം സഹോദരങ്ങളെ യുദ്ധഭൂമിയിൽ കുരുതി കൊടുക്കാൻ തയ്യാറായില്ല KP ഉണ്ണികൃഷ്ണൻ. പ്രധാനമന്ത്രി VP സിംഗ് നൽകിയ പിന്തുണയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ധൈര്യം. വിമാനങ്ങളുടെ കാര്യത്തിലെ അപര്യാപ്തത അപ്പോഴും പ്രശ്നമായിരുന്നു. കാരണം സദ്ദാം ഹുസൈൻ പറഞ്ഞത് ഇന്ത്യക്കാരെ ഉണ്ണികൃഷ്ണന് മടക്കിക്കൊണ്ടുപോകാം. പക്ഷേ ഒറ്റ കാര്യം, അത് ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്വത്തിലായിരിക്കും. അതായത് KP ഉണ്ണികൃഷ്ണന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ എന്ന് ചുരുക്കം. 1985 എയർ ഇന്ത്യക്ക് വേണ്ടി രാജീവ് ഗാന്ധി സർക്കാർ വാങ്ങിയ 14 എയർബസ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിമാനങ്ങൾ അഴിമതി ആരോപണത്തെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ദുബായ് തുറമുഖമടക്കം അടച്ചിരുന്നതിനാൽ കപ്പൽ വഴി ആരെയും കൊണ്ടുവരാൻ സാധ്യമല്ലായിരുന്നു. അങ്ങനെ KP ഉണ്ണികൃഷ്ണന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗ്രൗണ്ട് ചെയ്തിട്ടിരുന്ന എയർബസ് വിമാനങ്ങൾ ജോർദാനിലേക്ക് പറന്നു. ഇന്ത്യക്കാരുമായി മടങ്ങിയെത്തി. അതും ആരുടെയും കയ്യിൽ നിന്ന് ചില്ലിക്കാശ് പോലും വിമാനക്കൂലിയായി വാങ്ങാതെ. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളും ഈ ദൗത്യത്തിൽ പങ്കാളിയായതോടെ മുഴുവൻ ഇന്ത്യക്കാരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഐക്യരാഷ്ട്ര സംഘടന പോലും ഇന്ത്യയെ അഭിനന്ദിച്ചു. ആ മഹത്തായ ദൗത്യത്തിന്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ വേണ്ട സമയത്താണ് KP ഉണ്ണികൃഷ്ണൻ വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കനാട് സ്വദേശി രാജീവാണ് മരിച്ചത്. രാത്രി കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതറിഞ്ഞ് അതിനെ തുരത്താൻ പോയതായിരുന്നു രാജീവ്. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലിലാണ് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? ആനയുടെ ആക്രമണം തന്നെയാണോ മരണകാരണം? വയനാടാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആന ഇറങ്ങി എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് കൃഷിയിടത്തിലേക്ക് അതെന്താണെന്ന് അന്വേഷിക്കാൻ പോയ ആളാണ് മരിച്ചത്. മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത്. സുൽത്താൻ ബത്തേരിയിലാണ് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. വടക്കനാട് സ്വദേശിയായ രാജീവാണ് മരിച്ചത്. ആനയുടെ ആക്രമണത്തെ തുടർന്നാണോ മരണമുണ്ടായത്, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. രാത്രിയായിരുന്നു കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതറിഞ്ഞ് അദ്ദേഹം അതിനെ തുരത്താൻ പോയിരുന്നത്. ഏറെ നേരം കഴിഞ്ഞിട്ട് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്താണ് മരണകാരണം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വീണ് കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടത്. വീണ് മരിച്ചു കിടക്കുന്ന നിലയിൽ
അതുകൊണ്ട് തന്നെയാണ് ആനയുടെ ആക്രമണം തന്നെയാണോ നടന്നത് എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നത്. ആനയുടെ ആക്രമണമാണെങ്കിൽ മറ്റു മുറിപ്പാടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, മരണകാരണം എന്താണെന്ന് വ്യക്തമായോ? കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. വയനാട് ജില്ലയിലെ വടക്കനാട് പച്ചാടി കതങ്ങത്ത് നടുവീട്ടിൽ രാജീവ് എന്ന യുവാവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 9:30 ഈ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയെന്ന അറിഞ്ഞതിന് ശേഷം കാട്ടാനയെ തുരത്താൻ വേണ്ടി ഇദ്ദേഹം പോയി എന്നാണ് പറയുന്നത്. രാത്രി 12 മണിയായിട്ടും തിരിച്ചു വരാത്ത വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഈ കൃഷിയിടത്തിൽ ഇദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഈ തെരച്ചിലിന് വീണെടുക്കുന്ന സ്ഥലത്താണ് എന്തായാലും ഇത് ആ കാട്ടാനയുടെ ആക്രമണമാണ് എന്നാണ് ഇപ്പൊ ഒരു പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. കാരണം ഈ സ്ഥലത്ത് കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. എന്തായാലും ഇത് കാട്ടാന ആക്രമണം തന്നെയാണോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയുള്ളൂ. ഇദ്ദേഹത്തിന് ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റ് പാടുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും 9 മണിയോടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം മാത്രമേ ഇത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണോ എന്ന് പറയാൻ കഴിയുള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഈ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനു മുന്നും കാട്ടാനയുടെ വലിയ ആക്രമണം ഉണ്ടായ സ്ഥലമായിരുന്നു. 2019 മെയ് മാസത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വടക്കനാട് കൊമ്പൻ എന്ന ഒരു കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ഒരവസ്ഥയും ഈ വടക്കനാട് പ്രദേശങ്ങളുണ്ടായിരുന്നു. നിരവധി കർഷകർ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് അതിനുശേഷം വന്യമൃഗശല്യം കുറച്ച് കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ നമ്മളെ അറിയാൻ കഴിയുന്നത്. എന്തായാലും 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നുള്ളൊരു അറിവാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതിനുശേഷം മാത്രമേ ഇത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണോ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയാൻ. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയായേക്കും. സീറ്റ് വിഭജനം അന്തിമമാക്കാൻ LDF നേതൃയോഗം ഇന്ന് ചേരും. വൈകുന്നേരം 3-ന് ചേരുന്ന യോഗത്തിൽ 140 സീറ്റുകളിൽ ഏതൊക്കെ പാർട്ടികളിൽ മത്സരിക്കണമെന്ന കാര്യം തീരുമാനിക്കും. CPI ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയ CPM നേതൃയോഗം കേരള കോൺഗ്രസ് എമ്മുമായി മാത്രമാണ് ഇനി ധാരണയിലെത്താനുള്ളത്. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് എം നേതൃത്വവുമായി മുഖ്യമന്ത്രി സംസാരിച്ചേക്കും. കഴിഞ്ഞ തവണ വിട്ടുകൊടുത്ത കുറ്റ്യാടിയോ പകരം മറ്റൊരു സീറ്റോ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൊതു മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ രണ്ട് ടൈം നിബന്ധന കർശനമാക്കാനാണ് തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ധാരണ. മത്സരിച്ചേ തീരുവെന്ന് ജില്ലാ കൌൺസിലുകൾ ശുപാർശ ചെയ്യുന്നവർക്ക് മാത്രമേ ഇളവ് നൽകൂ. 3 ടൈം പിന്നിട്ട 6 പേർക്ക് സീറ്റുണ്ടാവില്ല. കാഞ്ഞങ്ങാട്, നാദാപുരം, അടൂർ, പുനലൂർ, ചിറയൻകീഴ് മണ്ഡലങ്ങളിലാകും പുതുമുഖ സ്ഥാനാർത്ഥികൾ വരിക. തവനൂരിൽ KT ജലീലിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട് CPIM സംസ്ഥാന നേതൃത്വം. ജലീൽ വന്നാൽ മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് CPM വിലയിരുത്തൽ. പാർട്ടി തീരുമാനത്തിനെതിരെ ജലീലും നിലപാടെടുക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ ഭാരവാഹി യോഗം ഇന്ന് ചേരും. 4 സീറ്റുകളിലാണ് ISJD മത്സരിക്കുന്നത്. തിരുവല്ലയിൽ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് വീണ്ടും മത്സരിക്കും. മന്ത്രി K കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ മത്സരിച്ചില്ലെങ്കിൽ മുരുകദാസ് സ്ഥാനാർത്ഥിയായേക്കും. ഇന്ന് പാർട്ടിയിൽ ചേരുന്ന RJD നേതാവ് ഭഗത് റൂഫസിനെ കോവളത്ത് മത്സരിപ്പിക്കാനാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. 3 ദിവസം സംസ്ഥാനത്ത് തുടരും. വെള്ളി, ശനി ദിവസങ്ങളിലാകും ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടക്കുക. 6-ന് രാഷ്ട്രീയ കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസും BJPയും CPMഉം ഉൾപ്പെടെ 12 കക്ഷികളുമായി വെവ്വേറെയാണ് കൂടിക്കാഴ്ച നടക്കുക. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെയും ഉദ്യോഗസ്ഥരെയും കാണും. തെരഞ്ഞെടുപ്പ് നടപടികളും അവലോകനം ചെയ്യും. ശനിയാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചീഫ് സെക്രട്ടറിയും DGPയുമായും കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്തും. ബൂത്ത് തല ഓഫീസർമാരെയും കാണും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 മണിക്ക് വർക്കലയിലാണ് ആദ്യ പരിപാടി. തുടർന്ന് 5 മണ്ഡലങ്ങൾ പിന്നിട്ട് വൈകുന്നേരം നെടുമങ്ങാട് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഇന്നത്തെ യാത്ര അവസാനിക്കും. 7-ാം തീയതിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന സമാപന സമ്മേളനം നടക്കുക.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത്. ജാമ്യം ലഭിച്ചാൽ പത്മകുമാറിന് പുറത്തിറങ്ങാം. എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അതെത്രത്തോളമാണ്? തീർച്ചയായും ശ്രീ, അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടതിനാലാണ് സ്വാഭാവിക ജാമ്യത്തിന് അർഹനാണെന്നും അത് അനുവദിക്കണമെന്നുമായിരുന്നു ഈ പത്മകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദിച്ചത്. എന്നാൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് മറ്റു പ്രതികൾക്ക് നൽകിയതുപോലെ കർശന ഉപാധികളോടെ ആയിരിക്കണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. ഇന്നലെയാണ് അത് വാദം പൂർത്തിയായത്. വാദം കേട്ട കോടതി ഡോക്ടർ CS മോഹിത്ത് ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ദ്വാരപാലക ശില്പക്കേസിൽ കൂടി ജാമ്യം ലഭ്യമാകുന്നതോടെ ജയിൽ മോചിതനാകാൻ സാധിക്കും. ദ്വാരപാലക കേസിൽ ഇന്ന് ജാമ്യം ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ CPM നേതാവുമായ പത്മകുമാറിനെ നവംബർ 20-നാണ് കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഡിസംബർ 4-നാണ് ദ്വാരപാലക ശില്പക്കേസിൽ കൂടി പ്രതി ചേർത്ത് SIT അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. അങ്ങനെ ഇപ്പോൾ 90 ദിവസം പിന്നിടുന്നതോടുകൂടി SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യവുമുണ്ട്. അതുകൊണ്ടാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. നിലവിൽ 7 പ്രതികളാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 5 പേർക്ക് സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭിച്ചത്. 2 പേർക്ക് തെളിവുകളുടെ അഭാവത്താലാണ് ജാമ്യം കിട്ടിയത്. ഈ കേസിൽ ഇപ്പോഴും റിമാൻഡിൽ കഴിയുന്ന മറ്റൊരു പ്രതിയുണ്ടായിരുന്നു. ശ്രീ പങ്കജ് ഭണ്ഡാരി എന്നാണ് പേര്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയാണ്. അപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിക്ക് ചില അസുഖങ്ങളുണ്ട്. അത് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. മുൻപും ഈ ചെന്നൈയിൽ ചികിത്സ നടന്നിരുന്നു. ഇപ്പോഴും ചെന്നൈയിലേക്ക് ചികിത്സ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതി പരിഗണിക്കുന്നുണ്ട്. 5-ാം തീയതി, അതായത് നാളെയാകും അത് കൂടുതൽ അതിന്മേലുള്ള വാദമൊക്കെ ഉണ്ടാവുക. കാരണം പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രേഖകൾ ഹാജരാക്കാനായിട്ട് അല്പം സാവകാശം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നാളത്തേക്ക് അതിന്റെ ആ കേസ് കൂടി പരിഗണിക്കാൻ, അതായത് ഈ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. അതും ഉണ്ട്. നിലവിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് വരുന്നത്. പത്മകുമാറിന് ഇന്ന് ജാമ്യം ലഭ്യമാവുകയാണെങ്കിൽ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അനുശ്രീ. ശരി, എസ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. ശിക്ഷിക്കപ്പെട്ടതോടെ MLA സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യതയും മത്സരവിലക്കും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹർജി. ജസ്റ്റിസ് ജയചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാർ കല്ലിട്ട് പോവുകയല്ല, എല്ലാം ഉദ്ഘാടനം ചെയ്തേ പോകുന്നുള്ളൂവെന്ന് മന്ത്രി P. രാജീവ്. കളമശ്ശേരി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാർ ആശുപത്രികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ബെൻസ് കാറിൽ വരെ സർക്കാർ ആശുപത്രികളിലേക്ക് ആളുകൾ എത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്ന് DME ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കൂടാതെ ഹോസ്റ്റൽ വാർഡൻ, നോഡൽ ഓഫീസർ തുടങ്ങിയ അധിക ചുമതലകളിൽ നിന്ന് ഇന്ന് കൂട്ടരാജി സമർപ്പിക്കും. OP ബഹിഷ്കരണ സമരം ഇന്ന് 17-ാം ദിനം കടക്കുകയാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഇന്ന് 13 ദിവസമാകും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിൽ സർക്കാർ തീരുമാനം വൈകുന്നതോടെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് KGM-CTA. ശമ്പള കുടിശ്ശിക അനുവദിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പ്രതിഷേധത്തിലേക്ക്. UNA-യുടെ നേതൃത്വത്തിൽ ഇന്ന് നഴ്സുമാർ പണിമുടക്കും. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമേ ഇന്ന് സേവനമുണ്ടാകൂ. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുന്നതിൽ സർക്കാർ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ട് UNA ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും. പാലക്കാട് ഒറ്റപ്പാലത്ത് പൂരത്തോടനുബന്ധിച്ച് സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. ചിനക്കത്തൂർ ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി അർഷിദ് ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾക്കായി ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം CPM ബ്രാഞ്ച് സെക്രട്ടറി അർഷിദ്,
ഒറ്റപ്പാലം സ്വദേശി പ്രശാന്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രശാന്തിന്റെ മുതുകിൽ 3 കുത്തുകളുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി അമീൻ, സനൂപ്, സന്തോഷ്, അനിൽ എന്നിവർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. ചെനക്കത്തൂർ പൂരത്തിന് സ്പെഷ്യൽ പൂരം പോകുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പല്ലാർമംഗലത്തു നിന്നുള്ള സ്റ്റാലിയൻസും അഴീക്കൽപ്പറമ്പിൽ നിന്നുള്ള ആഞ്ജനേയ പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളും തമ്മിലായിരുന്നു സംഘർഷം. രാഷ്ട്രീയപരമായ മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് രണ്ടുപേർക്ക് കുത്തേറ്റത്. പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കൊടിമരങ്ങളും തോട്ടങ്ങളൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ പാലപ്പുറത്ത് RSSന്റെ ഒരു ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നമുക്കെതിരായിട്ട് വരുന്നത്. പരിക്കേറ്റ ഇരുവരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ പ്രശാന്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾക്കായി ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പട്ടാമ്പി. അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകി 19കാരി. എറണാകുളം വൈപ്പിൻ എടവനക്കാട് സ്വദേശിയായ ജാസ്ലിയയുടെ അവയവങ്ങളാണ് രാജഗിരി മെഡിക്കൽ കോളേജിൽ കൈമാറിയത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായിരുന്ന ജാസ്ലിയയ്ക്ക് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ജാസ്ലിയയുടെ കരൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള രോഗിക്കും, വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും, നേത്രപടലം അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയിലേക്കും കൈമാറി. ജാസ്ലിയയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവയവദാനത്തിന് സന്നദ്ധരായ ബന്ധുക്കളെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക്. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശിയായ കണ്ണന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കൂട്ടുകാരായ രാജേഷ്, ശരത്, സുരേഷ്, നക്ഷത്ര, ഋതിക് എന്നിവരാണ്. കണ്ണന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.